വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു പായസമാണ്. ആ പായസത്തിൻ്റെ പേര് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പായസം മില്ലറ്റും കൊണ്ടാണ്. ആ മില്ലറ്റിൻ്റെ പേര് ക്വൻവ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: പഞ്ചസാര, ക്വൻവ, കണ്ടൻസ്ഡ് മിൽക്ക്, ഫസ്റ്റ് മിൽക്ക്, സെക്കൻഡ് മിൽക്ക്, പിന്നെ തേങ്ങ പൊത്ത് അരിഞ്ഞത്, ഉണക്കമുന്തിരി, കശുവണ്ടി, ഏലക്കായ, പിന്നെ അല്പം ബട്ടറും ആവശ്യമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ക്വിനോവ നമുക്ക് വേവിച്ചെടുക്കാം. വേഗം വേവാൻ വേണ്ടി ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. സാധാ പാത്രത്തിലും വേവിച്ചെടുക്കാൻ പറ്റും. ഒരു കപ്പ് ക്വിനോവയ്ക്ക് 3.5 കപ്പ് രണ്ടാം പാല്. കുക്കർ മൂടുന്നതിന് മുമ്പ് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയൊരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പൊ ഇത് നന്നായി വെന്തിട്ടുണ്ട്. അടികട്ടിയുള്ള പാത്രം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കാരമൽ ചെയ്യാൻ വെക്കാം. നമ്മുടെ പഞ്ചസാര കാരമൽ ആവുന്നുണ്ട്. ഇതിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പൊ നല്ല ബട്ടർ സ്കോച്ച് മിഠായിയുടെ മണം മഞ്ഞുണ്ട്. അപ്പൊ നമുക്ക് ഈ പായസത്തിന്റെ മിഠായി പായസം എന്ന് വിളിച്ചാലോ? കാരമലിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്വൻവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. പായസത്തിന് ഡാർക്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതലിട്ട് കാരമൽ ചെയ്താൽ മതി. പായസം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. പായസം തിളച്ചിട്ടുണ്ട്. മധുരമൊക്കെ പാകമായിട്ടുണ്ട്. ഇനി ഒന്നാം പാലൊഴിച്ച് ഇളക്കി കൊടുക്കാം. ഒന്നാം പാലൊഴിച്ച് കഴിഞ്ഞാൽ തിളക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്യണം. നമുക്ക് പൊടിച്ചെടുക്കാം. നമുക്ക് തേങ്ങ കൊത്തൊക്കെ നെയ്യിലിട്ട് വറുത്തെടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് കാഷ്നട്ട് എടുത്ത് ഇട്ട് വറുത്ത് കൊടുക്കാം. കാഷ്നട്ടിന്റെ കൂടെ മുന്തിരിയും ഇട്ട് വറുത്ത് കൊടുക്കാം. ഈ വറുത്ത് വെച്ചതെല്ലാം മിഠായി പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മിഠായി പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, സൂപ്പർ ടേസ്റ്റി. അപ്പൊ നമ്മുടെ അയ്യോ മിഠായി പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂലേ? പിന്നെ ഈ വീഡിയോ
ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.